ഹലോ. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് കാണണേ. ഫുൾ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷെ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണം വിചാരിച്ചാണ്, പക്ഷേ മിറർ നിങ്ങൾ കണ്ടില്ല, തീരെ ശരിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഒരുങ്ങി. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതാ ലാസ്റ്റ് ഒരുങ്ങിയ സുന്ദരിക്കുട്ടിയാണ് കേട്ടോ എൻ്റെ മോള്. ലാസ്റ്റ് ഒരുങ്ങിയെന്ന് പറഞ്ഞാൽ അവളാണ് ഒരുങ്ങിയത്, പക്ഷെ അവളെ ഡ്രസ്സൊക്കെ കൂടി ചുളുങ്ങിയതിനെ കൂടി രണ്ടാമത് സ്റ്റേജിനിട്ട് വലിച്ച് വൃത്തിയായി കൊടുത്താണ്. പിന്നെ അതാ ഞാൻ എന്നെ കാണിക്കട്ടെ എന്ന് കരുതി ഒന്ന് ക്യാമറ പൊക്കി പിടിച്ചപ്പോൾ അതാണ്ട് കുരുത്തം കെട്ട ചെക്കൻ ലൈറ്റ് ഓഫ് ആക്കി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. എൻ്റെ മുഖത്ത് കണ്ടില്ല നല്ലൊരു എന്താ പറയുക, എനിക്ക് ആ സമയത്ത് ഉണ്ടായ ഒരു ഫീൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലം കാണാൻ പോകുന്നതിൻ്റെ ഒരു ഫീലിലാണ് കേട്ടോ. അത് കണ്ടില്ല, നല്ലൊരു ചിരിയൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ഹായ് ഒക്കെ തന്നിട്ട് അവർ ഹായ് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ വേഗം തന്നു കേട്ടോ. മടിയില്ലാത്ത കൂട്ടരായതുകൊണ്ട് വേഗം തന്നു. പിന്നെ നമ്മൾ ഈ എവറസ്റ്റ് എന്നല്ല, നമ്മുടെ ശബരിമലയ്ക്ക് പോലും ഉണ്ടല്ലോ അത്രയും പടികൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് വന്നിട്ടോ. ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് നന്ദന ഫിലിമാണ് കേട്ടോ ആദ്യമായിട്ട് എൻ്റെ മൈൻഡിൽ വരിക. കാരണം എന്താ വെച്ചാൽ നന്ദന ഫിലിമിൽ മാത്രമേ ഞാൻ എന്താ പറയുക ഗുരുവായൂർ അമ്പലമൊക്കെ ഒന്ന് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മേലൊന്നായിട്ട് ഇങ്ങനെ കുളിരി കോരുന്ന പോലെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ഗജരാജവീരൻ അവിടെ ഉണ്ടായിരുന്നു, അവരൊന്ന് കണ്ടു. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മഴയൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ ആ മഴയൊക്കെ ഒന്ന് കണ്ട് അതിനുശേഷം തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. തൊഴുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ തൊഴുത് അവിടുന്ന് അമ്പലത്തിലൊക്കെ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, നമുക്ക് ക്യാമറ ഒന്നും അലോഡല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചു. അതിനിടയ്ക്ക് പാറക്കുട്ടിയും മിഠായി വേണം, മിഠായിയൊക്കെ കഴിച്ചതിൻ്റെ എനർജിയിൽ അവളൊന്ന് കറങ്ങി കാണിച്ചു തന്നു കേട്ടോ. സൂപ്പറല്ലേ, സൂപ്പർ വുമൺ അങ്ങനെ പറയാം. അവൾ കറങ്ങി ഒന്ന് സുന്ദരിയാണെന്ന് കാണിച്ചു തന്നു. പിന്നെ അതിനുശേഷം നമ്മൾ മമ്മിയൂരിലേക്ക് പോവാണ് കേട്ടോ. മമ്മിയൂരിലൊന്ന് പോയി തൊഴാന്ന് കരുതി, വൈകുന്നേരം തോന്നുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മമ്മിയൂർ പോയി തൊഴുതു. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്ന കാഴ്ചയാണ്. തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ആ സ്ഥലത്തിൻ്റെ ആ ഒരു ഭാഗം, ആ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇരുടാകുമ്പോഴാണല്ലോ നമ്മുടെ സ്ഥലത്തിന് കുറച്ചുകൂടി ഭംഗി കൂടിയ പോലെ തോന്നുക. കാരണം ഒരുപാട് ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് സ്ഥലം കാണാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പിറ്റേന്ന് പോവുകയാണല്ലോ, അപ്പോൾ പോകുന്നതിനെ കൂടെ സാധനങ്ങളൊന്നും രാവിലെ വാങ്ങാൻ പറ്റില്ലെങ്കിലും വിചാരിച്ചിട്ട് തിരിച്ച് വീണ്ടും അമ്പലത്തിലേക്ക് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നിന്നു കേട്ടോ. അതാ ഈ വളച്ചെവിട്ടിൽ വെച്ച സാധനം കണ്ട പാൽക്കുട്ടീൻ്റെ, അത് വിഷ്ണു വാങ്ങിച്ചു കൊടുത്താണ്. കാരണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് അങ്ങ് തീർന്നു. അതുകൊണ്ട് ആ സാധനം വിഷ്ണു വാങ്ങിച്ചു കൊടുത്താണ്, അതും ചെവിട്ടിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ നിൽക്കാൻ ഉദ്ദേശമില്ല, കാരണം വെച്ചാൽ മഴ ഉണ്ട് നല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ കണ്ട രാത്രിത്തെ വ്യൂ നല്ല രസമല്ലേ അല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാച്ചാ.